കടുത്ത പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിന് നേരിടേണ്ടി വരും. അള്ളാഹു പരീക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധം, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, ഇതൊരു ചെറിയ സംഘമാണ്, 313 ആളുകൾ, 1000-ലേറെ വരുന്ന ശത്രുക്കളോട് പടപൊരുതാൻ വന്ന ബദർ. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്ദർ ഖതാർ റബ്ബി. സത്യവിശ്വാസികൾക്ക് അഭയം നൽകാൻ അല്ലാഹു മാലാഖമാരെ അയച്ചു കൊടുക്കുകയും 5000-ഓളം തലപ്പാവ് ധരിച്ച മാലാഖമാർ ബദറിൽ ഇറങ്ങി എന്ന് ശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയും ചെയ്ത ബദർ യുദ്ധം നടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, മാ അശദ്ദു മാ ലഖീത മിൻ ഖൗമിക യാ റസൂലല്ലാഹ്. തിരുനബിയെ, അങ്ങേക്ക് ഇതിനോളം പ്രയാസമുള്ള ഒരു പരീക്ഷണം അങ്ങയുടെ അനുയായികളിൽ നിന്ന്, അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് നേരിടോ? അങ്ങയുടെ നാട്ടുകാര്, അങ്ങയുടെ കുടുംബക്കാര്, ഖുറൈശികളായ ആളുകളിൽ നിന്ന് നബിയെ ബദർ യുദ്ധമെന്ന മഹാത്യാഗത്തെക്കാളും വലിയൊരു ദുരനുഭവം, ഇതിനേക്കാളും വലിയൊരു പരീക്ഷണം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ നബിയെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച നേരം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീത് വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ ഇദാ നഫ്സി അല ഇബ്നി അബ്ദി അലീൽ ഇബ്നി അബ്ദി കുലാൽ ഫി ത്വായിഫ്. ആയിഷ ബീവി, ഇതിനേക്കാളും ഒക്കെ കടുത്തൊരു പരീക്ഷണം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ത്വായിഫുകാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനും അവിടെ അഭയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ ചെന്ന ഒരു നേരം ഇബ്നു അബ്ദി അലീൽ ഇബ്നു അബ്ദി കുലാൽ, എന്റെ ഉമ്മയുടെ ബന്ധുക്കളാണ് അവരെന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ത്വായിഫിലേക്ക് ചൊല്ലുകയും അവരെന്നെ കല്ലെടുത്ത് ഓടിക്കുകയും ചെയ്ത് ഖർനുസ്സആലിബിലെത്തുന്നവരെ, അത് മിനയുടെ ഭാഗമാണ്, ഖർനുസ്സആലിബിലെത്തുന്നവരെ എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല ആയിഷ. ചോര ചിതറിയ കാലുമായി ത്വായിഫിൽ നിന്ന് കിലോമീറ്ററുകളോളം ഞാൻ ഓടി അണഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് നിന്റെ ആളുകളിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, മിൻ ഖൗമികി, നിങ്ങളുടെ ആളുകളിൽ നിന്ന്, മക്കക്കാരിൽ നിന്ന് ഞാൻ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം അതായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിന്റെ കുന്നിറങ്ങി വരുമ്പോൾ അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്, അല്ലാഹുവേ 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 യാ റബ്ബൽ മുസ്തദ്അഫീൻ. ആശ്രയം ചോദിക്കാനും അഭയം തേടാനും നിരാലംബർക്ക് കൂടെ നിൽക്കുന്നവനെ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇലൈക അശ്കൂ ബസ്സി വഹുസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, ഞാൻ ഇത്ര നിസ്സാരക്കാരനായി പോയല്ലോ. അല്ലാഹുവേ, ആളുകൾ എന്നെ കല്ലെടുത്ത് ഓടിക്കുകയാണല്ലോ. പടച്ച തമ്പുരാനെ, എനിക്ക് ഒരു കുതന്ത്രവും അറിയില്ലല്ലോ റബ്ബേ. ഇവിടെ ഏറെ സഹിച്ചുകൊണ്ട് ഞാൻ ഓടുകയാണ്. കാരുണ്യവാനേ, ഇലാ മൻ തകിലുനി, നീ ആരെയാണ് റബ്ബേ എന്റെ കാര്യം ഏൽപ്പിക്കുന്നത്? ഇലാ മൻ യതജഹമുനി അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ ശത്രുക്കളെയാണോ റബ്ബേ നീ എന്റെ കാര്യം ഏൽപ്പിക്കുന്നത്? എന്നോട് ഒരു കനിവും കാരുണ്യവും കാണിക്കാത്തവരെയാണോ എന്റെ മേൽ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? അല്ലാഹുവേ, ലകൽ ഉത്ബാ ഹത്താ തർലാ, നീ എന്നോട് പൊരുത്തപ്പെടുന്നത് വരെ നിനക്ക് സ്തുതി മാത്രം റബ്ബേ, സ്തുതി മാത്രം. നിന്നോട് എനിക്ക് പരാതിയില്ല. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, കാരുണ്യവാനെ, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് നിന്നോട് നിന്റെ ഏത് പരീക്ഷണവും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എല്ലാ വേദനയും സഹിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനനുസരിച്ച് അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമ്മ അവിടത്തേക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവര്, സഹായിക്കാൻ പോകുന്നവര്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കാന ഫീ ഈമാനിഹി ഖുവ്വത്തുൻ സീദ ഫീ ബലാഇഹി, ഈമാൻ കടുകടുത്ത വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഹത്താ യളല്ലൽ ബലാഉ ബിൽ മുഅ്മിൻ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, മക്കളിൽ പരീക്ഷണം, ശരീരത്തിൽ പരീക്ഷണം, അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും, ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ. യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ടോ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു, ഒരുപാട് കടബാധ്യത, മക്കളെ കൊണ്ട് വിഷമം, വീടില്ല പ്രയാസമാണ്, അസുഖമാണ്, കടബാധ്യതയാണ്, മനസ്സമാധാനമില്ല. ആളാണെങ്കിലോ അള്ളാഹുവിനോട് 5 നേരവും പ്രാർത്ഥിക്കുന്നവര്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര്, എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല. അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, അത് അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല. ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പരീക്ഷണങ്ങള്, നിരന്തരമായ പരീക്ഷണങ്ങള്, മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള്, ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല. ആ പ്രയാസങ്ങൾക്ക് പകരമായി അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത്, ഞാനോ നിങ്ങളോ അല്ല. അമ്പിയാക്കന്മാർ അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, വനബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തെടുക്കാൻ നോക്കിയാൽ മുഅ്മിനെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ, ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ, സജ്ജനങ്ങളായ ആളുകൾ, അവരെ അല്ലാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അല്ലാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ വിഷയം അതാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉമ്മത്തിന്റെ ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ, അവരൊക്കെയും പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം അല്ലാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അല്ലാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിനതറിയാം. അബുൽ അറബി തമീമി അദ്ദേഹത്തിന്റെ കിതാബുൽ മിഹൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാൻ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, അന്നത്തെ അബ്ബാസി ഭരണാധികാരി ഖലീഫ അൽ മഹ്ദി, മൂന്നാമത്തെ തവണ ശരീഖ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി തങ്ങൾ പറഞ്ഞു,
യാ അമീറൽ മുഅ്മിനീൻ സല്ലംതു അലൈക തലാതൻ ഫലം തറുദ്ദ സലാമി. 3 തവണ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് സലാം മടക്കാതിരിക്കുകയോ? അദ്ദേഹം പറഞ്ഞു, ശരീക് ഇബ്നു അബ്ദില്ലാഹ്, നിങ്ങൾ ഇവിടുന്ന് അനങ്ങരുത്. ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാദുമാരെ, തലവെട്ടുന്ന ആളുകളെ, സഫാക്കുകളായ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ശരീക് ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ ചോദിച്ചു, എന്തിനാ എന്നെ കൊല്ലുന്നത്? പറഞ്ഞു, ശരീക്കേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അന്നക തതഉ ബിസാതി വഅൻത അന്നി മുഅരിദു. എൻ്റെ മുഖത്തേക്ക് നോക്കാതെ എൻ്റെ കൊട്ടാരത്തിലെ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ കൊട്ടാരത്തിൻ്റെ ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു, എൻ്റെ മുഖത്ത് നോക്കാതെ. സ്വപ്നവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പൊരുൾ? അവർ പറഞ്ഞു, ശരീക് ഇബ്നു അബ്ദില്ലാഹിൽ ഖാദി മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമല്ല, മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ്. ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ്. നിങ്ങളുടെ ആളല്ല, നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നിങ്ങളോട് സലാം പറയും, പക്ഷേ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എൻ്റെ സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ ആളും മറുപടി തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാനായ ശരീക് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നത്. ഒരു മരണമുഖത്ത് പുഞ്ചിരിക്കാൻ കഴിയാണ്. സുബ്ഹാനല്ലാഹ്. പുഞ്ചിരിച്ചു, തബസ്സം. എന്നെ കൊല്ലാൻ പോവാണല്ലേ? യാ അമീറൽ മുഅ്മിനീൻ വല്ലാഹി മാ റുയാക റുയാ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താ കഥ? ഒരു മുസ്ലിമായ മനുഷ്യനെ വെറുതെ കൊല്ലേ? അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പറഞ്ഞതാണ്, കൊല്ലാന്ന് പറഞ്ഞാൽ കൊല്ലും. അവിടെ ചോദിക്കാൻ, അപ്പീൽ പോകാൻ ആളില്ല. ഒരു മഹാപണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. പക്ഷെ അദ്ദേഹം അവിടെ പേടിച്ചില്ല എന്നാണ്. എന്താ അമീറുൽ മുഅ്മിനീൻ കേൾക്കുന്നത്? അതഖ്തുലുനി ബിറുയാ റഅയ്തഹു. നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ? നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ മാ റുയാക കറുയാ ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം? അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് വമാ മുഅബ്ബിറുക കമുഅബ്ബിരി യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത്? ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ ശരീക് ഇബ്നു അബ്ദില്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഇതൊന്നും അവിടെ ചോദിക്കൂല ആരും. പക്ഷെ ഈ മഹാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത്? സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ? അങ്ങനെ എങ്ങാനും നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അമീറുൽ മുഅ്മിനീനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അല്ലാഹു നിങ്ങളെ ഹാജരാക്കുന്നത്. ഓർമ്മ വേണം. ഒരു ആലിമിനുണ്ടായ അനുഭവമാണിത്. ശരീക് ഇബ്നു അബ്ദില്ലാഹിൽ ഖാദി അവിടെ വിറച്ചുപോയില്ല. രാജാവേ, നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങള്, അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ? നിങ്ങളാരാ? ഇബ്രാഹിം നബിയോ യൂസുഫ് നബിയെ പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഅ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ? നബി തങ്ങൾ പറയുമായിരുന്നു, അഫ്ളലുൽ ജിഹാദ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മസമരം കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ. അതാണത്രേ ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു. പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു. മഹാനായ ശരീക് ഇബ്നു അബ്ദില്ലാഹിൽ ഖാദിയോട് മഹ്ദി എന്ന് പറയുന്ന ഈ ഭരണാധികാരി
എണീറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകൾ അവിടെ നിന്ന് എഴുന്നേറ്റോടി. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടത്രേ, അഫറഅയ്തും അഅജബ മിൻ ഹാദർ റജുൽ, ഈ രാജാവിനോളം വിചിത്രനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? യുരീദു അൻ യഖ്തുല ഇംറഅൻ മുഅ്മിനൻ ബിറുയാ റആഹ, കണ്ട ഒരു സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലാൻ പോവുകയാണത്രേ. ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു. ഇവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസാണ്, ഹദീസിന്റെ റാവിയാണ് ശരീഖ് എന്നവരെ, ഹദീസിന്റെ റിപ്പോർട്ടറാണ്. ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ മഹാനായ അഅ്മശ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുഹദ്ദിസാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഈ ചരിത്രം നമ്മെ മറ്റൊരു ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മഹാന്റെ ചരിത്രം പറയുമ്പോൾ തർജുമയുടെ ആലിമീങ്ങൾ, തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, ട്രാൻസ്ലേഷൻ അർത്ഥമുണ്ട്, പക്ഷേ ബയോഗ്രഫി എന്നാണ് നമ്മുടെ കിതാബ് ഉപയോഗിക്കുന്ന ശൈലി. അതാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഖലീഫ മഹദിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖലീഫ മഹദിയുടെ മുമ്പിലേക്ക് ഈ ശരീഖ് എന്നവരെ ഒരാൾ പിടിച്ചു കൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, ശരീഖെ അനങ്ങരുത് കേട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ, ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള്. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു ഖലീഫത്തുൽ മഹദിയോട്, അബ്ബാസിയായ ഭരണാധികാരിയോട്, അബൂ ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര്. ആ അബൂ ഉമയ്യ പറഞ്ഞു, രാജാവേ രാജാവേ, ഹദ്ദസനി ശരീഖുൻ അൻ അൽ അഅ്മശ് അൻ സാലിമിൻ അൻ സൗബാന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ഒരു ഹദീസ് ഈ ശരീഖ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീഖ് ഉദ്ധരിക്കുന്നു അഅ്മശിൽ നിന്ന്, അഅ്മശ് എന്നവരെ സാലിം എന്നവരിൽ നിന്ന്, സാലിം എന്നവര് സൗബാൻ എന്ന സ്വഹാബിയിൽ നിന്ന്. എന്താ നബി പറയുന്ന ഹദീസ് എന്നറിയുമോ? ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും, ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും ഫഇദാ സാഹൂ അനിൽ ഹഖ് ഫളഉ സുയൂഫകും അലാ അവാതിഖികും ثم أبيدوا خضراءهم. ഈ ഹദീസ് ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നത് ഒരൽപ്പം അപകടകരമാണ്. എന്താ ഹദീസിന്റെ സാരെന്നറിയോ? ഭരണാധികാരി ഖുറൈശിയ. നബി തങ്ങൾ പറയുന്ന ഹദീസ് ഇതാണ്, ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും. ഖുറൈശികളായ ഭരണാധികാരികൾ അവർ നേരെ ചൊവ്വ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം. ഖുറൈശികളായ ഭരണാധികാരികളെങ്ങാനും വഴിതെറ്റുകയാണെങ്കിൽ അവരുടെ കഴുത്തിൽ നിങ്ങൾ വാള് വെക്കണം. ആ ഭരണാധികാരികളെ നിങ്ങൾ തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഹദീസ് ഈ ശരീഖിനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുന്ന ഉദ്ദേശം എന്നറിയോ? ഈ രാജാവ് ഖുറൈശിയാണ്. ഖുറൈശികളെ നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാൽ മതി. ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപിഴച്ച ജീവിതമുള്ള ആളാണ്. ഇവരെങ്ങാനും പിഴച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് നബി തങ്ങൾ പറയുന്നു എന്നായി പറയണത്. റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയണത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പരിഭാഷ വായിച്ചിട്ട് അങ്ങോട്ട് പറയാം. ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ. ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ നിബിധങ്ങൾ സമ്മതം തന്നിട്ടില്ലെന്നാണ്. എപ്പോഴാ സമ്മതം എന്നറിയോ? ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ. അവരെങ്ങാനും മുസ്ലിമായ ഒരു ഭരണാധികാരി, ഒരു ഇസ്ലാമിക രാജ്യം, ആ ഭരണാധികാരി വ്യക്തമായ ഇസ്ലാം വിരുദ്ധ കുഫറോ മതനിഷേധമോ യുക്തിവാദമോ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ നബി തങ്ങളുടെ ഹദീസിനെ ചേർത്ത് വായിക്കാതെ ഇവർ വഴിവെറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീഖനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീഖ് എന്നവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ അബൂ ഉമയ്യ. രാജാവ് ചോദിച്ചു, ശരീഖേ അത് ശരിയാണോ? രാജാവ് വെറുതെ പറയാം,
എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതല്ല എന്നർത്ഥത്തിൽ. അപ്പോൾ ഇയാൾക്ക് പണി കിട്ടി. കാരണം ഇയാൾ കേട്ട ഒരു ഹദീസാണിത്. ശരീക്കെന്നവർ അതിൻ്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു, രാജാവേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ഹദീസ് ശരീക്കിൽ നിന്ന് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ, ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ, അലയ്യ അന്ന ഹുജ്ജ ബൈത്തല്ലാഹി മാഷിയൻ, ഇവിടെ നിന്ന് ഷാമിൽ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും. അള്ളാഹ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുവിൻ്റെ വഴിക്ക് ഞാൻ സ്വതക്ക ചെയ്യും. ഞാനത് കേട്ടു എന്നത് ഉറപ്പാണ്. ഇല്ലേ, ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനിവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്ക വരെ ഹജ്ജിന് പോകും. പിന്നെ എൻ്റെ എല്ലാ സമ്പത്തും അള്ളാഹുവിൻ്റെ വഴിക്ക് ഞാൻ കൊടുക്കും. ശരീക്കെ എന്താണ് ഈ കേൾക്കുന്നത്? ശരീഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രാജാവേ, ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അയാൾക്ക് മീതെ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. രാജാവ് വിചാരിച്ചു, ഇയാളുടെ ദേഹം മാ അലൈഹി, അലയ്യ മാ അലൈഹി, അറബിയിൽ പറയുമ്പോഴത് പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാളുടെ ദേഹത്തുള്ളത് എന്ന് അതിൻ്റെ വ്യംഗ്യമായ അർത്ഥം. മാ അലൈഹി, അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാൾ എന്താ പറയണത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി. അപ്പോൾ രാജാവ് വിചാരിച്ചു, ഓ, വലിയ പണ്ഡിതനല്ലേ ഈ പറയണത്. ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും, ഇയാളും ശരീക്കെന്നവരും സ്വന്തം സമ്പത്ത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് എന്നാ രാജാവ് വിചാരിക്കണത്. പക്ഷേ അബൂ ഉമയ്യക്ക് പിടുത്തം കിട്ടി. ശരീക്കെന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അള്ളാഹിൻ്റെ വഴിക്ക് ഞാൻ കൊടുത്തേക്കാം. അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഹജ്ജിന് നടന്നു പോകുന്നോട് ഉദ്ദേശിച്ചില്ല. ഇയാളെ പറഞ്ഞു, രാജാവേ, ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോകണമെന്നല്ല ഈ പറയുന്നത്. അയാൾ പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ, തെളിയുകയാണെങ്കിൽ, ഞാനിട്ട വസ്ത്രം പോലത്തെ വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം. അതാണ് പറയുന്നത് കേട്ടോ. രാജാവ് ചോദിച്ചു, ശരീക്കേ, നിങ്ങൾ സത്യം ചെയ്തു പറയണം, ഇങ്ങനൊരു ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. അതിൽ പല സത്യങ്ങളും ആലിമീങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും. ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ നിയമം എന്തോ ആകട്ടെ, അല്ലേ? കല്യാണം കഴിഞ്ഞവൻ്റെ ഭാര്യൻ്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവർ വ്യഭിചരിച്ചാൽ അത് കുറ്റമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ്, വിധി പറഞ്ഞു, ശരിയാണ്. അത് വെച്ച് നമുക്കത് ഹലാലാവോ? ശറഇൽ ഹറാം ഹറാമുകളല്ലേ? എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റമാണത്. അത്രയും ഗുരുതരമായ കുറ്റമാണത്. ശറഇൻ്റെ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ ഇത് ആലിമീങ്ങൾക്ക് വിളിച്ചു പറയണം. പണ്ഡിതന്മാരത് പറയും. അത് പറയും ഒരുപക്ഷെ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വരും. അതൊന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പ്രശ്നമല്ല. കാലാകാലങ്ങളിൽ ഈ ഉമ്മത്തിൻ്റെ പൈതൃകത്തിൽ മഹാപണ്ഡിതന്മാർ ചെയ്തു വന്ന ത്യാഗം ഇതാണ്. അവർ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തുള്ളത്. അള്ളാഹു ഈ ഉമ്മത്തിനെ ഒരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലും അള്ളാഹു ആക്കിത്തരട്ടെ. വലിയ പരീക്ഷണം നമ്മുടെ ഭാരതത്തിലാവട്ടെ, ലോകാടിസ്ഥാനത്തിലാവട്ടെ, ഈ ഉമ്മത്തിൻ്റെ പ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിതങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞ ആ ഒരു ഫിത്നകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഉക്കൽ ഹസ്വീരി ഊദൻ ഊദാ. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിന് വരാൻ പോകുന്നു. ഊദൻ ഊദൻ, സ്ക്വയറുകളായിട്ട് എന്നതിനർത്ഥമുണ്ട്. ടിവിയോ LCD സ്ക്രീനോ ഒക്കെ നമ്മളൊന്ന് സങ്കല്പിക്കുക. ലാ യദഉ ബൈത മദരിൻ വലാ വബരിൻ ബൈത അറബിൻ വലാ അജമിൻ ഇല്ലാ ദഖല. അറബികളുടേതും അറബികളല്ലാത്തവരുടേതും പാവപ്പെട്ടവൻ്റെയും മുതലാളിയുടെയും എല്ലാവരുടെയും വീടുകളിൽ കയറിക്കൂടുന്ന ഒരു ഫിത്ന എൻ്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൻ്റെ സംസ്കാരവും നമ്മുടെ നന്മയുമെല്ലാം ഇല്ലായ്മ ചെയ്യുകയും എല്ലാ നന്മകളും നമ്മൾ കളഞ്ഞു കുളിക്കുകയും നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്ന കളിയും സിനിമയും റിയാലിറ്റി ഷോകളും സീരിയലുകളും സംസ്കാരവുമൊക്കെ അത് കണ്ട് വളർന്ന് ഇസ്ലാമിൻ്റെ നന്മകളും ഇസ്ലാം ഒരു പെണ്ണിന് വെച്ച വേഷവിധാനങ്ങളും ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ കാണിക്കേണ്ട അച്ചടക്കവും മനുഷ്യ ജീവിതത്തിൽ കാണിക്കേണ്ട നന്മയും
ഇതൊന്നും പരിഗണിക്കാതെ കലയുടെ പേര് പറഞ്ഞ്, കാവ്യത്തിൻ്റെ പേര് പറഞ്ഞ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ്, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഈമാനിനോട് യോജിക്കാത്ത എല്ലാ തിന്മകളും നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഇങ്ങനത്തെ ഒരു പരീക്ഷണം അല്ലാഹു തആല ഓരോ വീടുകളിലേക്കും കയറിയിറങ്ങാതെ, ഓരോ വീടുകളിലും അതിൻ്റെ സംവിധാനങ്ങളില്ലാതെ പോകുന്ന ഒരു കാലം വരില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, എല്ലാവരും ഫിത്നകളിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മുടെ മദ്രസയിൽ നിന്ന് കുട്ടികൾ എന്തൊക്കെയോ നല്ല നന്മകൾ പഠിച്ചു പോകുന്നു, വീട്ടിൽ ചെന്നാൽ കാണുന്നത് മറ്റൊന്നാണ്. സിനിമകളിൽ സീരിയലുകളിൽ കാണുന്നത് മറ്റൊന്നാണ്. ഫിത്നകൾ ഈ ഉമ്മത്തിന് കടന്നു വരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅയ്യുമാ ഖൽബിൻ ഉശ്രിബ, ഏതെല്ലാം ഹൃദയമാണോ ആ തിന്മകളെ വലിച്ചു കുടിക്കുന്നത്, ഉശ്രിബ വലിച്ചു കുടിക്കണ പോലെ. അങ്ങനെ തന്നെ സിനിമൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ, റിമോട്ടും പിടിച്ചിരിക്കുമ്പോൾ പെണ്ണുങ്ങളോ ആണുങ്ങളും കുട്ടികളൊക്കെ ഇരിക്കണത് അല്ലേ, ജ്യൂസ് കുടിക്കണ പോലത്തെ ഇരുത്തമാണ്. സുബ്ഹാനല്ലാഹ്. ഉശ്രിബ, ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെടുക എന്ന് പറയും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ആളുകൾ അന്ന് ആ പശുക്കിടാവ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെ ആരാധന ചെയ്ത് പൂജ ചെയ്തപ്പോൾ ഖുർആൻ പറഞ്ഞു ഉശ്രിബു, അവരുടെ ഹൃദയത്തിലേക്ക്, ആമാശയത്തിലേക്കല്ല ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെട്ടു ആ വിഗ്രഹത്തോടുള്ള ആരാധന എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അത്രക്കങ്ങോട്ട് ഇഷ്ടമായിപ്പോയി, ഇത് പടച്ചോൻ തന്നെയാന്ന് പറഞ്ഞ് അവിടെ വീണവരെ എന്ന പോലെ. അയ്യുമാ ഖൽബിൻ ഉശ്രിബ, ഏതെങ്കിലും ഒരു ഹൃദയത്തിന് ആ തിന്മകൾ ഇഷ്ടപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുകയും റാൻ എന്ന് പറഞ്ഞ പരീക്ഷണം കൊണ്ട് അല്ലാഹു ഹൃദയത്തെ മൂടിക്കളയുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഅരിഫു ഹഖൻ വലാ തുൻകിറു മുൻകറൻ. അങ്ങനെ വരുമ്പോൾ ഒരു നന്മയെ നന്മയായും ഒരു തിന്മയെ തിന്മയായും കാണാൻ കഴിയാതെ ആളുകൾ അന്ധതയിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിൻ്റെ ഓരോരോ കർമ്മങ്ങളും അടിസ്ഥാന വിഷയങ്ങളും തച്ചുടക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി വളരെ ദുർഘടമാണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വാസമുള്ള ഇന്ത്യയിലെ, ഭാരതത്തിലെ, നമ്മുടെ കേരളത്തിലെ ഈ രാജ്യത്തിൻ്റെ കോടാനുകോടി ആളുകൾ ഈ രാജ്യത്ത് നന്മ വരണം, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മുസ്ലിമീങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക്, മതമില്ലാത്തവർക്കൊക്കെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തുടർന്നു വന്ന ആ ഒരു നന്മ നഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ഇരക്കുകയാണ്.